വാർത്തകളിലേക്ക്. ചിക്കമംഗലൂരിലെ ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം തലയുടെ വലത് ഭാഗത്തേറ്റ ഗുരുതര പരിക്ക്. ശരീരത്തിൽ ഉടനീളം പരിക്കുകളും അസ്ഥികൾ പൊട്ടിയ നിലയിലും. ശ്രീനന്ദയുടെ മൃതദേഹം അല്പസമയത്തിനകം ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. ശ്രീനന്ദയ്ക്ക് താഴ്ചയിലേക്ക് വീണ് അപകടം സംഭവിച്ചതാകാം എന്ന് വലിയച്ഛൻ KG ശശികുമാർ പറഞ്ഞു. ഇപ്പോൾ മറ്റ് സംശയങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കണ്ണീരോർമ്മയായി കഴിഞ്ഞു ശ്രീനന്ദ. മലയാളികളെ ഒന്നാകെ കണ്ണീരാട്ടി ആ ഒരു പിഞ്ചുകുഞ്ഞ് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഭൗതികദേഹം അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക്, വസതിയിലേക്ക് കൊണ്ടുവരുമോ? ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സുരേഷ്, അല്പസമയത്തിനകം തന്നെ മൃതദേഹം കടമ്പഴിപ്പുറത്തെ വസതിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ചിക്കമംഗളൂരിൽ നിന്ന് നേരത്തെ തന്നെ ഈ മൃതദേഹവുമായി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കോഴിക്കോട് പിന്നിട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ശ്രീനന്ദ കണ്ണീരോർമ്മയായി മാറുകയാണ്. ചിക്കമംഗളൂരുവിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് അവിടുത്തെ വ്യൂ പോയിന്റും മറ്റുമൊക്കെ കാണുന്നതിന് വേണ്ടി പോയതാണിവർ. കുഞ്ഞിൻ്റെ ഭൗതികദേഹം അല്പസമയത്തിനകം തന്നെ വസതിയിലേക്ക് എത്തിക്കും. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുണിലേക്ക് വളരെ വേഗം തന്നെ തിരികെ എത്താം. ചിക്കമംഗലൂരിലെ ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നത്. മരണകാരണം തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതരമായ പരിക്കാണ്. അരുൺ, തുടരാം. സുരേഷ്, കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ ശ്രീനന്ദയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവാസികളും ഒക്കെ അടങ്ങുന്ന 40 അംഗ സംഘം ഈ ഹംപി ഭാഗത്തേക്കും മറ്റും ടൂറിനായി കർണാടകയിലേക്ക് പോകുന്നത്. ആദ്യം ഹംപി ഭാഗത്തായിരുന്നു ഇവർ പോയത്. അതിനുശേഷം 7-ാം തീയതിയോടുകൂടെ ഇവർ മാണിക്യധാര വാട്ടർഫാൾസ്, അതായത് ചിക്കമംഗളൂരിലെ മാണിക്യധാര വാട്ടർഫാൾസ്, അത് കാണുന്നതിന് വേണ്ടി പോയതായിരുന്നു. അന്ന് വൈകിട്ടൊരു 5:25 ഈ കുട്ടിയെ കാണാതാവുന്നത്. കുട്ടിയെ കാണാതായതോടുകൂടെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തി. പക്ഷേ കണ്ടെത്താനായില്ല. പിന്നീട് വൈകിട്ട് ഒരു 8:30 പോലീസിൽ വിവരമറിയിച്ചു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് ചെറിയ രീതിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുട്ടും മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് അന്ന് കാര്യമായ രീതിയിൽ തിരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് കഴിഞ്ഞ 4 ദിവസമായിട്ട് വലിയ രീതിയിൽ തിരച്ചിൽ നടത്തി. ആ തിരച്ചിലിനൊടുവിൽ വലിയ ദൗത്യസംഘം 100ഓളം സംഘങ്ങളൊക്കെ ഈ മാണിക്യധാര വാട്ടർഫാൾസിലെ മരനിരകളിലും മറ്റും തിരച്ചിൽ നടത്തി. ആ തിരച്ചിലിന് ഒടുവിലാണ് കുട്ടിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയത്. ഈ കുട്ടിയെ പെട്ടെന്ന് കാണാതായി. ഈ കുട്ടിയെ മൃതദേഹം കണ്ടെത്തിയതിലൊക്കെ ആദ്യം ഒരു ദുരൂഹത ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മരണകാരണം തലയുടെ വലതു ഭാഗത്തേറ്റ ഗുരുതര പരിക്കാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണ്. പരിക്കുകൾ വീഴ്ച മൂലമുണ്ടായതാണെന്നാണ് പറയുന്നത്. അസ്വാഭാവികത ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ശ്രീനന്ദയുടെ മൃതദേഹം ഒരു 10:30 ഈ ഒരു വസതിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കും. തിരുവല്ലമലയിലെ ഐവർ മഠത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശ്രീനന്ദ താഴ്ചയിലേക്ക് വീണ് അപകടം സംഭവിച്ചതാകാമെന്നാണ് ബന്ധുക്കളും ഇപ്പോൾ പറയുന്നത്. കാരണം ഈ കുട്ടി അവിടുത്തെ കൈവരിയുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ കൈവരിയുടെ ഭാഗത്തേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് കുട്ടി വീണ്ടും ഈ കൈവരിയുടെ ഭാഗത്തേക്ക്, അപകടകരമായ രീതിയിലുള്ള കൈവരിയുടെ ഭാഗത്തേക്ക് പോയതാവാം മരണ കാരണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വലിയച്ഛൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇതിൽ ചില ദുരൂഹതകളുണ്ട്, മരണത്തിൽ ദുരൂഹതകളുണ്ട്. കാരണം ഈ കൈവരിയൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് കുഞ്ഞൊരിക്കലും പോകില്ല, അല്ലെങ്കിൽ അതിനപ്പുറം പോകാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള സംശയങ്ങൾ, സന്ദേഹങ്ങൾ ബന്ധുക്കൾ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ആ ഒരു ദുരൂഹതയില്ല, സ്വാഭാവികത ഇല്ല എന്നുള്ള ഒരു നിലയിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ബന്ധുക്കളും എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ?
തീർച്ചയായിട്ടും ആ ബന്ധുക്കൾ അത്തരത്തിലുള്ള സംശയങ്ങൾ ഇന്നലെ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഈ ഡോഗ് സ്ക്വാഡ് എത്തിയ സമയത്ത് ഡോഗ് സ്ക്വാഡ് കൃത്യമായിട്ട് ഈ ഒരു കടയുടെ ഭാഗത്ത് വന്ന് നിന്നിരുന്നു. പിന്നീട് അവിടുത്തെ കടയിലെ ആളുകളെയോ മറ്റോ ഒന്നും തന്നെ ചോദ്യം ചെയ്യുന്ന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ കുട്ടി ആ ഭാഗത്തേക്ക്, അതായത് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താനുള്ള സാധ്യത നന്നേ കുറവാണ്, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നൊക്കെ തരത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കാൽവഴുതി വീണതായിരിക്കാം എന്നുള്ള നിലയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ പറയുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ബന്ധുക്കളും പറയുന്നത്. കാരണം ഈ കൈവരിയുടെ ഭാഗത്തേക്ക് കുട്ടി പോയിരുന്നു, പക്ഷെ അവിടെ നിന്നും പോകരുത്, അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പറഞ്ഞതോടുകൂടെ കുട്ടി അവിടെ നിന്ന് പിന്നീടും മറ്റ് തിരിച്ചു പോയിരുന്നു. പക്ഷേ ഈ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് വീണ്ടും അവിടേക്ക് പോയതാവാം. ആ സമയത്ത് കാല് വഴുതിയോ മറ്റോ വീണതാവാം. അതല്ലെങ്കിൽ കൈവരികൾ ഭേദിച്ച് താഴത്തേക്ക് ഇറങ്ങുകയോ മറ്റോ ചെയ്തപ്പോൾ അപകടം സംഭവിച്ചതാവാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ ശ്രീനന്ദ എന്ന കുട്ടി ഒരു കണ്ണീർ ഓർമ്മയായി മാറുകയാണ്. പാലക്കാട് കടമ്പഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതിന് ശേഷമാണ് ഈ കുട്ടിയും ബന്ധുക്കളും അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് ഈ കർണാടക ഭാഗത്തേക്ക് ടൂറ് പോകുന്നത്. ആ ടൂറ് പോയി അവർ കൃത്യം ഈ 7ാം തീയതി, അതായത് മരണം സംഭവിച്ച അല്ലെങ്കിൽ കുട്ടിയെ കാണാതാവുന്ന ദിവസം, ആ കാണാതായ ദിവസം വൈകിട്ടോടുകൂടെ തന്നെ ഇവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരുന്നതാണ്. കാരണം 9ാം തീയതി പോളിംഗ് ആണ്, വോട്ടെടുപ്പാണ്. ആ വോട്ടെടുപ്പിന് മുൻപ് തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടായിരുന്നു അവർ പോയത്. പക്ഷെ അതിന് മുൻപാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം നടക്കുന്നത്. ഏതായാലും മൃതദേഹം അല്പസമയത്തിനകം തന്നെ കടമ്പഴിപ്പുറത്തെ വസതിയിലേക്ക് എത്തിക്കും. ശ്രീനന്ദ കണ്ണീരോർമ്മ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വീഴ്ച, ഒരു താഴ്ചയിലേക്കുള്ള വീഴ്ച തന്നെയാണ് മരണത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന്, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന്. എന്നാൽ അത്തരത്തിലുള്ള സന്ദേഹങ്ങൾ മാറിയിരിക്കുകയാണ്, സംശയങ്ങൾ മാറിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അല്പസമയത്തിനകം തന്നെ ആ ഒരു കുട്ടിയുടെ, ശ്രീനന്ദയുടെ 14-കാരിയുടെ ഭൗതികദേഹം വസതിയിലേക്ക് എത്തിക്കും. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.